പൂരപ്പറമ്പെന്ന് പറയാം നമ്മുടെ തെക്കേ ഗോപുരനടയിലാണിതാ. പൂരവിശേഷങ്ങളുമായി ആദ്യമെത്താനുള്ള നിയോഗം കണിമംഗലം ശാസ്താവിനാണ്. കണിമംഗലം ശാസ്താവിത തെക്കേ ഗോപുര നടയിലെത്തിയിരിക്കുകയാണ്. വടക്കുനാഥൻ പൂര ദിവസം കണി കണ്ടുകൊണ്ടിരുന്നത് കണിമംഗലം ശാസ്താവിനാണെന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസം. അതനുസരിച്ച് ഇതാ കണിമംഗലം ശാസ്താവ് ഗജവീരൻ്റെ പുറത്ത് ഒൻപതോളം ഗജവീരന്മാരുടെ അകമ്പൊടിയോടുകൂടി ഇതാ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരനടയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു വർഷം മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന ഈ തെക്കേ ഗോപുരനട പൂരത്തലേന്ന് തുറക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം. ഈ ഘടകപൂരങ്ങളിൽ ഈ കണിമംഗലം ശാസ്താവ് മാത്രമാണ് ഈ തെക്കേ ഗോപുരനടയിലെ വഴി അകത്തേക്ക് പ്രവേശിക്കുക. ആ ഒരു മനോഹര നിമിഷം കാണാനായി ആയിരക്കണക്കിന് പേരാണ് ഇവിടേക്ക് ഒത്തുകൂടുന്നത്. നമുക്കറിയാം, ഈ കണിമംഗലം ശാസ്താവ് ദേവഗുരു എന്ന സങ്കല്പമാണ്, ബൃഹസ്പതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വടക്കുനാഥനെ വണങ്ങാത്ത പൂരം കൂടിയാണിത്. കാരണം ദേവഗുരു ആയതുകൊണ്ട് വടക്കുനാഥനാണ് ആദരം ദേവഗുരുവായ ബൃഹസ്പതിയെ കണിമംഗലം ശാസ്താവിനെ അറിയിക്കുന്നതെന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇതാ പ്രദക്ഷിണം വയ്ക്കാതെ തന്നെ വണങ്ങാതെ തന്നെ കണിമംഗലം ശാസ്താവ് ഇതാ തെക്കേ ഗോപുര നടയിലൂടെ ഇതാ കയറാൻ പോവുകയാണ്. കണിമംഗലം ശാസ്താവ് എത്തിയിരിക്കുന്നു. പൂരത്തിൻ്റെ വിശേഷണങ്ങളുമായി ആദ്യം എത്താനുള്ള നിയോഗം കണിമംഗലം ശാസ്താവിനാണ്. കണിമംഗലം ശാസ്താവ് ഇതാ ഗജവീരൻ്റെ പുറത്ത് വടക്കുനാഥൻ്റെ മണ്ണിലെത്തിയിരിക്കുന്നു. വടക്കുനാഥൻ്റെ ആദരം ഏറ്റുവാങ്ങാനാണ് കണിമംഗലം ശാസ്താവ് ഈ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ജനാവലി തന്നെയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇനി പൂരത്തിൻ്റെ മണിക്കൂറുകളാണ്. പൂരം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ ഒരു വാതിൽ അത് തുറന്നു കഴിഞ്ഞ് അതിലേക്ക് കണിമംഗലം ശാസ്താവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകളോളം പൂരത്തിൻ്റെ ആവേശമായിരിക്കും. നമുക്കറിയാം, ആ ഒരു മനോഹര നിമിഷത്തിനായി ആയിരങ്ങളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഗജവീരൻ്റെ പുറത്ത് ആ പ്രൗഢിയോടെ കണിമംഗലം ശാസ്താവിത തെക്കേ ഗോപുര നടയിലെത്തിയിരിക്കുന്നു. ആ തെക്കേ ഗോപുര നട ഇന്നലെ എറണാകുളം ശിവകുമാറിൻ്റെ മുകളിൽ വന്ന നെയ്തലക്കാവിലമ്മ ആ തെക്കേ ഗോപുര നട തുറന്നിട്ടത് നമ്മൾ കണ്ടു. ആ തുറന്നിട്ട അതുവഴി ഇതാ കണിമംഗലം ശാസ്താവ് കയറാൻ പോവുകയാണ്. ഈ ഒരു കാഴ്ച ഇത് ഇനി അടുത്ത വർഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു വഴിയിലൂടെ പ്രവേശിക്കുന്ന ഒരേ ഒരു ഘടകപൂരം ഈ കണിമംഗലം ശാസ്താവിൻ്റെതാണ്. ദേവഗുരു ആയതുകൊണ്ട് തന്നെ, ബൃഹസ്പതിയുടെ സങ്കല്പമായതുകൊണ്ട് തന്നെ വിശ്വാസത്തിനനുസരിച്ച് കണിമംഗലം ശാസ്താവ് എത്തുന്നത് പൂരവിശേഷങ്ങളുമായി വടക്കുനാഥൻ കണി കണ്ടുവരുന്നത് കണിമംഗലം ശാസ്താവിനെയാണ്. കണിമംഗലം ശാസ്താവ് ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തുന്നത്. ആരംഭം നമുക്ക് കാണാം. ആർപ്പോ വിളികൾ, പ്രാർത്ഥനകൾ. കണിമംഗലം ശാസ്താവിത പ്രവേശിക്കുകയാണ്. ഗജവീരൻ ആദിത്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തിനെ കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കണിമംഗലം ശാസ്താവ് കഴിഞ്ഞാൽ ഓരോ ഭഗവതിമാരും വരുന്ന സമയമാണ്. വടക്കുന്നാഥൻ എല്ലാവരെയും സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ഇവിടെയുള്ള പൂരപ്രേമികൾ, ഭക്തർ എല്ലാവരും ഒരേ മനസ്സോടെ ദേവതമാരെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ദേവസങ്കല്പങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഘോഷത്തിൻ്റെ സമയമാണ്. അതാണ് മേളവും ഇലഞ്ഞിത്തറ മേളവും അല്ലെങ്കിൽ കുടമാറ്റവും വെടിക്കെട്ടുമൊക്കെയായി നമ്മൾ കാണാനിരിക്കുന്നത്. ഇനി